ഇനി തിരുവനന്തപുരത്തേക്ക് പോയാൽ അവിടെ ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും നവജാത ശിശു മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. 5.5 മാസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത്. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, എന്താണ് സംഭവിച്ചത്? വീണ്ടും ഒരു കുഞ്ഞിന്റെ മരണം. ക്രിസ്റ്റീന, എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ ഇന്ന് നടന്നത്. ഇന്ന് രാവിലെ 7:30 മണിയോടുകൂടിയാണ് കുഞ്ഞിനെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതിയിൽ നിന്ന് തിരുവനന്തപുരത്തെ SIT ആശുപത്രിയിൽ കൊണ്ടുപോയത്. അവിടെ എത്തുമ്പോഴാണ് ഏതാണ്ട് 9:30 മണിയോടെയാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. കുഞ്ഞിന് കടുത്ത ശ്വാസസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ശിശുക്ഷേമ സമിതിയിലെ CWCയിലെ ജീവനക്കാരും ഒപ്പം ആശുപത്രി അധികൃതരും പറഞ്ഞത്. നേരത്തെയും SITയിൽ ചികിത്സയിലായിരുന്നിരുന്നു. ഏതാണ്ട് 20 ദിവസത്തോളം SIT ആശുപത്രിയിൽ ചികിത്സയിൽ ഇരുന്നിരുന്നു. ഒരാഴ്ച മുമ്പാണ് ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ രോഗം മൂർച്ഛിച്ചതും ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്. എന്താണ് മരണ കാരണമെന്ന് ഡോക്ടർമാർക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ ഈ ശ്വാസ സംബന്ധമായ അസുഖമാണോ മരണകാരണത്തിലേക്ക് എത്തിയതെന്ന് റിപ്പോർട്ട് ഡോക്ടർമാർക്ക് മനസ്സിലാവുകയുള്ളൂ. നിലവിൽ മ്യൂസിയം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഒരു മാസം മുമ്പ് ഫെബ്രുവരി 28-നും സമാനമായ ഒരു കുഞ്ഞ് മരിച്ചിരുന്നു. അത് 1.5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയായിരുന്നു. അത് അസുഖത്തെ തുടർന്നായിരുന്നു മരിച്ചത്. ഇന്ന് മരിച്ച കുഞ്ഞിനും 6 മാസമാണ് പ്രായമുള്ളത്. 6 മാസം പ്രായമുള്ള കുഞ്ഞ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഈ CWCD ഓഫീസിലാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നതിനാൽ കുട്ടികളെല്ലാം മറ്റൊരു സ്ഥലത്താണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുട്ടികളും ജീവനക്കാരും ആരും തന്നെ ഇല്ല. മറ്റൊരു സ്ഥലത്താണ് ഇവിടുത്തെ കുട്ടികളെല്ലാം സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവം തന്നെയാണ്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. അതിനുശേഷം മാത്രമേ എന്താണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ.